IPL-ൽ ഇതുവരെ നയിച്ചത് 3 ടീമുകളെ. അതിലൊരു ടീമിനെ കിരീടത്തിലെത്തിച്ചപ്പോൾ മറ്റു 2 ടീമുകളെ ഫൈനലിൽ എത്തിച്ചു. കയ്യെത്തും ദൂരെ കിരീടം നഷ്ടമായെങ്കിലും ശ്രേയസ് എന്ന നായകൻ തലയുയർത്തി തന്നെയാണ് മടങ്ങുന്നത്. കൊൽക്കത്തയെ കിരീടത്തിലെത്തിച്ചെങ്കിലും ശ്രേയസിന് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല. കിരീടം നേടിയതിന്റെ ക്രെഡിറ്റ് അത്രയും പരിശീലകൻ ഗൗതം ഗംഭീറിലേക്ക് പോയി. അടുത്ത സീസണിൽ കൊൽക്കത്ത അയ്യരെ ഒഴിവാക്കുകൂടെ ചെയ്തതോടെ പൂർണ്ണമായും അയ്യർ അവഗണിക്കപ്പെട്ടു. അവിടെ നിന്നാണ് നായകസ്ഥാനം നൽകി പഞ്ചാബ് അയ്യരെ ടീമിലെത്തിക്കുന്നത്. ആഭ്യന്തര താരങ്ങളെ കൊണ്ട് സമ്പന്നമായ ടീമിൽ നിന്ന് അയ്യർ തന്റെ ആദ്യ 11 കണ്ടെത്തി. അൺക്യാപ്ഡ് കളിക്കാരിൽ വിശ്വാസമർപ്പിച്ച ക്യാപ്റ്റന് വേണ്ടി ടൂർണമെന്റിലുടനീളം അവർ മികച്ച പ്രകടനം നടത്തി. ജയിക്കാൻ മറന്ന ടീമിനെ വിജയം ശീലമാക്കിയത് അയ്യരുടെ തന്ത്രങ്ങളാണ്. 2021-ൽ ഡൽഹിയുടെ നായകസ്ഥാനം ഏറ്റെടുത്ത അയ്യർ ആ സീസണിൽ ടീമിനെ പ്ലേ ഓഫിലും അടുത്ത സീസണിൽ ഫൈനലും എത്തിച്ചു. എന്നാൽ പരിക്കേറ്റു പുറത്തായ അയ്യരെ പിന്നീട് ഡൽഹി ക്യാപ്റ്റൻസിയിൽ നിന്നും ഒഴിവാക്കി. അയ്യരുടെ കാര്യത്തിൽ അതെപ്പോഴും അങ്ങനെയാണ്. അയാൾ ടീമിൽ നിന്നും പുറത്താക്കപ്പെട്ടതൊന്നും ഫോം നഷ്ടമായതിന്റെ പേരിലായിരുന്നില്ല. BCCI കരാറിൽ നിന്ന് പുറത്താക്കിയതുപോലും മറ്റു പല കാരണങ്ങൾ കൊണ്ടായിരുന്നു. ഒടുവിൽ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിൽ പരിഗണിക്കപ്പെടാതെ പോയതും ഫോമിന്റെ പേരിലല്ല. നിരന്തരം കഴിവ് പ്രകടിപ്പിച്ചിട്ടും തഴയപ്പെടുന്ന അയ്യർ ഇക്കുറി IPL-ൽ കിരീടം നേടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചവർ ഏറെയാണ്. പക്ഷേ കിരീടത്തിനരികെ വീണെങ്കിലും ശ്രേയസിന് തലയുയർത്തി തന്നെ മടങ്ങാം. മാറ്റി നിർത്തുന്നവർക്ക് നിങ്ങൾ മറുപടി നൽകി കഴിഞ്ഞു. അതിൽ കിരീടമില്ലാത്തത് ഒരു അപൂർണതയല്ല. കാത്തിരിക്കുക, നിങ്ങളെ മാറ്റി നിർത്താൻ കഴിയാത്ത കാലം വിദൂരമല്ല. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.